നമസ്കാരം. എന്തരാണല്ലേ? ഗോജോയ്ക്ക് അവന്റെ 2 ബ്ലാക്ക് ഫ്ലാഷിന് ശേഷം അവന്റെ റിവേഴ്സ് കേസ്റ്റൈനിങ്ങിന് വേണ്ടി തന്നെയുള്ള പുതിയൊരു റിലേ പാത്ത് ഉണ്ടാകുന്നത്. ഈ റിലേ പാത്ത് ബേൺ ഔട്ട് ആകാത്ത അവന്റെ ബ്രെയിന്റെ ഭാഗത്തോടെയാണ്. ഇതേ രീതിയിൽ തന്നെ സുക്കുണയ്ക്കും അവന്റെ മുറിഞ്ഞു പോയ കൈ ഹീൽ ചെയ്യാനും ജുജുത്സു ഹൈയിലെ സോസറേഴ്സിനെ മൊത്തം നശിപ്പിച്ചു വിടാനും പറ്റിയേനെ. യുജി അവന്റെ 7 കോൺസിക്യൂട്ടീവ് ബ്ലാക്ക് ഫ്ലാഷ് അടിച്ചില്ലായിരുന്നെങ്കിൽ യുജിയുടെ ഓരോ ഇടിയും സുക്കുണയുടെയും മെഗുമിയുടെയും സോളിന്റെ ബാരിയറിന്റെ ഡയറക്റ്റ് ആയിട്ടാണ്. ഇത് സുക്കുണയുടെ റിവേഴ്സ് കേസ്റ്റൈനി തിരിച്ചു കിട്ടാനുള്ള എല്ലാ പ്രതീക്ഷയും നശിപ്പിച്ചു വിട്ടു. മിഖായൽ ലെറുവിനോട് പറയും, നീ നല്ലപോലെ ഫൈറ്റ് ചെയ്തു, നീ നിന്റെ ക്രാഫ്റ്റിൽ ഒരു മാസ്റ്ററാണ്. ലെറു പറയും, അവൻ സ്വർഗത്തിനടുത്തെത്തി. ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേസ്റ്റ് എനർജിയുടെ സ്പൈക്കിനെ മിഖായൽ ശ്രദ്ധിക്കുന്നത്. അടുത്ത പാനലാണ് നമ്മൾ കാണാൻ പറ്റുന്നത് സുക്കുണ അവൻ്റെ ഡൊമൈനായ മെലവൻസ്റ്റൈൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ മെലവൻസ്റ്റൈൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട മെലവൻസ്റ്റൈൻ അല്ല. നേരത്തെ ഈ ഡൊമൈൻ്റെ മുമ്പിൽ ഒരു അമ്പലമായിരുന്നു. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ടെൻ ഷാഡോയിലെ ഷിക്കിഗാമിയുള്ള ഒരു അമാൽഗമേഷൻ പോലെയാണ്. സ്പാർക്സ് ഓഫ് ബ്ലാക്കിലൂടെ കിങ്ങിന്റെ ഡൊമൈൻ അതിന്റെ മാസ്റ്ററിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഹാൻസൈന്റെ മാറ്റവും ഗോജോയുടെ ഇൻഫിനിറ്റ് വോയിഡ് അഫക്ട് ചെയ്യാത്ത ബ്രെയിന്റെ ഭാഗവും ഉപയോഗിച്ചുകൊണ്ട് റിയോമൻ സുഗുണ അവന്റെ കേഴ്സ് ടെക്നിക്കും അതിനോടൊപ്പം അവന്റെ ബാരിയർ ടെക്നിക്കും അഴിച്ചുവിട്ടു. അപ്രതീക്ഷിതമായ ബൈൻഡിങ് വാവ്സും ഈ നടന്ന അൺസർട്ടനിറ്റീസിന് നടുവിൽ ബ്ലാക്ക് ഫ്ലാഷിന് റഷ് കൊണ്ട് സുഗുണയ്ക്ക് അവന്റെ ഡൊമൈനായ മെലവൻസ്റ്റൈനിന്റെ ഔട്ട്പുട്ടും റേഞ്ചും ഒരു കുറവും വരാതെ ഒരു തവണയും കൂടെ അവന് കൊണ്ടുവരാൻ പറ്റി. ഇത് നമുക്ക് വ്യക്തമായിട്ട് ഈ പാനലിൽ കാണാൻ പറ്റും മെലവൻസ്റ്റൈൻ എങ്ങനെയാണ് അവിടെയുള്ള എല്ലാ സാധനത്തെയും നശിപ്പിക്കുന്നതെന്ന്. ഇത് ഷിബുയയിലുണ്ടാക്കിയ ഡിസ്ട്രക്ഷൻ്റെ അളവ് നമ്മൾ സീസൺ 2 കണ്ടതാണ്. ഈ ഫൈറ്റ് മൊത്തം മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന് മേമയുടെ ക്രോസ് എല്ലാം നശിച്ചു പോകും. ഇതിന് തൊട്ടടുത്ത പാനലിൽ തന്നെ നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഇവിടെ ഹക്കാരി പറയും, ഫൈറ്റിലിറങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്കൊന്ന് റിവേഴ്സ് കേസ് ടെക്നിക്ക് അല്ലെങ്കിൽ ആൻറ്റി ഡൊമൈൻ ടെക്നിക്ക് ഏതെങ്കിലും വേണം. മാക്കിയപ്പോൾ കളിയാക്കിക്കൊണ്ട് പറയും, അങ്ങനെയാണ് എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം തന്നെ അവനും പറയും, നിന്നോടല്ല ഞാൻ പറഞ്ഞത്. ചോസോ പറയും, അവന് യുജിയും റിവേഴ്സ് കാസ്റ്റിക്കിന്റെ കാര്യം നോക്കിക്കോളാം. യുജി ചോസോ, ഷോക്കോ, ഹക്കാരി, യൂട്ട ഇവർ 3 പേരോടും ചോദിക്കും എങ്ങനെയാണ് അവർ പോയ ബ്ലഡ് റീജനറേറ്റ് ചെയ്യുന്നതെന്ന്. ഹക്കാരി പറയും അവൻ്റെ ഓട്ടോമാറ്റിക്കാണ്. യൂട്ട പറയും അവനവൻ്റെ ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് പോവാണ്. ഷോക്കോ പറയും അവളുടെ കേസ്റ്റ് എനർജി ബ്ലഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. റിവേഴ്സ് കാസ്റ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, പക്ഷേ ബാക്കിയുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു കാരണം ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ആണ്. വേറെ ഒന്ന്, റിവേഴ്സ് കേസ്റ്റൈനി ഉപയോഗിച്ച് ഹീലിംഗ് ചെയ്യുന്ന ആളുടെ കേസ്റ്റ് എനർജി മറ്റേയാളുടെ ബോഡിയായിട്ട് റെസ്പോണ്ട് ചെയ്യാതെ വരും. അത് കാരണം അവളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കേസ് ബൈ കേസ് ആയിരിക്കും. ചോസോ ഒരു ഡെത്ത് പെയിൻറ്റിങ് വൂമായ കാരണം അവൻ്റെ ബോഡിയിൽ അവന് കേസ്റ്റ് എനർജീനെ നേരെ ബ്ലഡിലേക്ക് ആക്കാൻ പറ്റും. ഇപ്പോൾ യുജി അവരുടെ ബാക്കിയുള്ള ബ്രദേഴ്സിനെ കഴിച്ചു കഴിഞ്ഞാൽ അവനും ഈ കേപ്പബിലിറ്റി കിട്ടും. അതുപോലെ തന്നെ അവരുടെ കേഴ്സ് ടെക്നിക്കും. അതുമാത്രമല്ല ഇവരുടെ ബോഡി ഈ ടെക്നിക്കിൻ്റെ കുറച്ച് ഭാഗത്തിനെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡെത്ത് പെയിൻറ്റിങ് മൂവ് ആയത് കാരണം ഇവരുടെ ബോഡി കേഴ്സ് എനർജീനെ നേരെ ബ്ലഡിലേക്ക് മാറ്റുവാണ്. അതുകൊണ്ട് റിവേഴ്സ് കേഴ്സ് ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ള കൂടിയ കേഴ്സ് എനർജിയുടെ ഉപയോഗമില്ല. അത് കാരണം സ്വിച്ച് ട്രെയിനിങ്ങിൽ അവന് റിവേഴ്സ് കേസിങ്ങിൽ അറിയാവുന്ന ആളുമായിട്ട് സ്വിച്ച് ചെയ്യണം. യുജി അതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഊയുയി അവൻ്റെ ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ടെലിപ്പോർട്ടേഷനാണ്. അവൻ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും അവരെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവൻ നേരത്തെ മാർക്ക് ചെയ്ത ആളുടെ അടുത്തേക്ക്. സോളും ബോഡി എന്ന് പറയുന്നത് 2 സെപ്പറേറ്റ് ഉള്ള കാര്യമാണ്. ഇപ്പോൾ ബോഡി ഒരു ബോക്സ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സോളെന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള സാധനങ്ങളാണ്. അവന് ആളുടെ അനുവാദം ഉണ്ടെങ്കിൽ അവന് ബോക്സുകളിനകത്തുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവാദം ഉണ്ടെങ്കിൽ അവൻ മാർക്ക് ചെയ്ത് 2 പേരുടെ സോൾസ് സ്വാപ്പ് ചെയ്യാൻ പറ്റും. ഇത് കേട്ടതിന് ശേഷം യുജി പറയും ഈ ടെക്നിക്ക് അവന് മാഹിറ്റോയുടെ ഐഡിയൽ ട്രാൻസ്ഫിഗറേഷനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഐഡിയൽ ട്രാൻസ്ഫിഗറേഷനിൽ മാഹിറ്റോയ്ക്ക് ആൾക്കാരുടെ സോളിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് അവരുടെ ബോഡിയെ ചേഞ്ച് ചെയ്തു. സോൾസ് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ 2 പേരുടെ സോളിൻ്റെ ഷേപ്പ് ബോഡിയായിട്ട് മാച്ച് ചെയ്യാതെ വരും. അത് പ്രശ്നമാകത്തില്ലേ? അപ്പം തന്നെ ഊയുയി പറയും അവൻ ആൾക്കാരെ സ്വാപ്പ് ചെയ്യുമ്പം അവൻ ആ ബോക്സ് തുറക്കുന്നില്ല, അതിൻ്റെ അകത്തുള്ള സാധനം മാത്രമാണ് സ്വാപ്പ് ചെയ്യുന്നത്. അത് കാരണം ആർക്കും പറയാൻ പറ്റത്തില്ല തുറക്കാത്ത ഒരു ബോക്സിനകത്തുള്ള സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. കുസെക്കാബ് ഇതിന് ശേഷം പറയും യുജിയുടെ സോസറായിട്ടുള്ള വളർച്ച ഭയങ്കര പെട്ടെന്നാണ്, അതിന് കാരണം എന്നറിയാവോ? അപ്പോൾ യുജി കുറച്ച് ഗമയിട്ട് ചോദിക്കും എന്താണ്, എൻ്റെ ഇന്നേറ്റ് ടാലൻ്റ് അല്ലേ? അപ്പം തന്നെ കുസെക്കാബ് പറയും അതിൻ്റെ കാരണം സുക്കുണയാണ്. ചില കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ മസിൽ മെമ്മറി ആയിട്ട് മാറും. സുക്കുണ യുജിയുടെ ബോഡിയിലായിരുന്നപ്പം അവൻ്റെ ടെക്നിക്കെല്ലാം ഉപയോഗിച്ചതാണ്. അതിൻ്റെ അർത്ഥം യുജിയുടെ ബോഡി എക്സ്ട്രീം സ്പെഷ്യൽ ഗ്രേഡ് ജുജുത്സു ഉപയോഗിച്ചത് ഓർക്കുന്നുണ്ട്.
കുസക്കാവെ പറയും ഈ സോൾ സ്വാപ്പ് ചെയ്തിട്ടുള്ള ട്രെയിനിങ്ങിൽ ആദ്യം യൂജി അവന് സ്വാപ്പ് ചെയ്യും. അങ്ങനെ അവൻ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കേസ്റ്റ് എനർജിയുടെ ഉപയോഗവും ബാരിയർ ടെക്നിക്കിൻ്റെ സിമ്പിൾ ഡൊമൈൻ്റെ ബേസിക് അവനെ പഠിപ്പിക്കും. ഇത് കേട്ടതിന് ശേഷം അക്കാര് ചോദിക്കും, ന്യൂ ഷാഡോ സ്കൂൾ ഒരു ബൈൻഡിങ് വാ വെച്ചിട്ടില്ലേ സിമ്പിൾ ഡൊമൈൻ വെളിയിലുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി? മേമേ പറയും അതിനെപ്പറ്റി ഓർക്കണ്ട, അവൾ ആ കാര്യമെല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. ഓയോയി പറയും 1 മാസത്തിനകത്ത് ഒരാൾക്ക് 2 പേരുമായിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതാണ് ഇതിൻ്റെ ലിമിറ്റ്. അതുകൊണ്ട് സൂക്ഷിച്ച് തീരുമാനിക്കണം ആരുമായിട്ടാണ് സ്വാപ്പ് ചെയ്യുന്നതെന്ന്. ഈ ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മൾ ഫൈറ്റിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് സുക്കുണയുടെ മെലൻഷനെ നിർത്താത്ത അറ്റാക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി യൂജി അവൻ്റെ ന്യൂ ഷാഡോ സ്റ്റൈൽ സിമ്പിൾ ഡൊമൈൻ ഉപയോഗിക്കും. മെലൻഷൈൻ അവിടെയുള്ള എല്ലാ സാധനത്തിനും ഇല്ലാതെയാക്കുവാണ്. ഈ അറ്റാക്കിനിടയിൽ യൂജി ശ്രദ്ധിക്കും ഈ ഡൊമൈൻ്റെ അകത്തുള്ള ഈ സാധനത്തിൻ്റെ കണ്ണിൽ നിന്ന് ചോര ഇറങ്ങുന്നത്. ഈ ഡൊമൈൻ ഇൻകംപ്ലീറ്റ് ആണ്, ഇത് അവൻ എൻഡ്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പണിംഗ് ഉറപ്പായിട്ടും വരും. അപ്പോഴാണ് നമ്മളോട് നറേറ്റർ പറയുന്നത് യൂജി ശരിയായിരുന്നു, സുക്കുണ ഷിൻജുക്കുവിൻ്റെ അത്ര തന്നെ വലിപ്പത്തിലുള്ള ബാരിയറിൻ്റെ അകത്തൂടെ അവൻ്റെ സ്ലാഷസ് വിടുവാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഡൊമൈൻ പോലത്തെ ഹൈ ഡിഫിക്കൽറ്റി ഉള്ള ടെക്നിക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. സുക്കുണ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ നോർമലായിട്ടുള്ള ഓപ്പൺ ബാരിയർ ഡൊമൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് ആൾക്കാർക്ക് ഈ ഡൊമൈനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇത് നടക്കാതിരിക്കാൻ വേണ്ടി ഇവൻ ഡൊമൈൻ്റെ വെളിയിൽ കൂടെ വേറൊരു ബാരിയറും കൂടി ഇട്ടു. ഇത് ചിന്തിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഷിബുയെ നമ്മൾ കണ്ട ബാരിയറിൻ്റെ അകത്തുള്ളൊരു ബാരിയറിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഇത് കാരണം ഇവന് ഡൊമൈനകത്തുള്ള എല്ലാ സാധനത്തിൻ്റെയും ഷുവർ ഹിറ്റ് എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെയല്ലാതെ അവൻ ക്ലോസ് ഡൊമൈൻ കൊണ്ടുവന്നായിരുന്നെങ്കിൽ മാക്കിനെ അവനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈ ക്ലോസ് ഡൊമൈനകത്തുള്ള കേസ്റ്റ് എനർജി ഇല്ലാത്ത ഒബ്ജക്ട്സിനെതിരെ ഷുവർ ഹിറ്റ് എഫക്റ്റ് വർക്ക് ചെയ്യത്തില്ല. എന്താണെങ്കിൽ പോലും ഇത്ര ഹൈ ലെവലായിട്ടുള്ള ഡൊമൈൻ സുക്കണയ്ക്ക് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 99 സെക്കൻഡാണ്. ഈ 99 സെക്കൻഡിന് ശേഷം മെലൻഷൈൻ കൊളാപ്സ് ആവും. ഈ പാലിൽ നമുക്ക് കാണാൻ പറ്റും ഈ മെലൻഷൈൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ ഈ ഷിൻജുക്കുവിന് നടുക്ക് ഒരു കൊടുങ്കാറ്റ് വന്ന പോലെയാണ് എല്ലാ സാധനവും ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോസറേഴ്സ് എല്ലാം സിമ്പിൾ ഡൊമൈൻ ഉപയോഗിച്ച് ഇതിനെതിരെ നിൽക്കുവാണ്. മാക്കി ഈ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മീവി അവളുടെ സിമ്പിൾ ഡൊമൈൻ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അറ്റാക്ക് നിർത്താതെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് യൂജിയുടെ സിമ്പിൾ ഡൊമൈൻ പൊട്ടാൻ തുടങ്ങുന്നത്. ഇത് നശിച്ചു പോകുമ്പോഴത്തേക്കും മെലൻഷൈൻ്റെ എല്ലാ അറ്റാക്കും യൂജിക്കിട്ട് കിട്ടും. ഇത് കൊണ്ടിട്ട് അവൻ്റെ കാലറ്റു പോകും. പക്ഷെ അതവൻ ബ്ലഡ് മാനിപ്പുലേഷൻ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചവൻ്റെ കാലിലേക്ക് റീഅറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ സൂപ്പർ ഹീറോ പോസ് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ അറ്റാക്കല്ല നിൽക്കുന്നത്. അവൻ ഈ ഡൊമൈൻ എൻഡ്യൂർ ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഫർണസ് ഓപ്പൺ. അപ്പോഴാണ് സുഗുണ അവൻ്റെ ഫയർ ആരോയും സമൺ ചെയ്ത് നിൽക്കുന്നത്. Oh my God! Okay, it's happening. Everybody stay calm. What's the procedure, everyone? What's the procedure? Stay calm! What?